പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. മോഡേൺ ഏരിയയിൽ നമ്മളിപ്പം പേഷ്യൻസിനോട് പറയുന്നത് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കീടനാശിനി അടിച്ച പച്ചക്കറികൾ. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കാരണം ഇപ്പോഴത്തെ കാണുന്ന ഒരു ടെൻഡൻസിയിൽ നമ്മൾ പണ്ടത്തെക്കാളും കൂടുതൽ ഈ അബ്നോർമൽ പ്രഗ്നൻസീസ് ഒരുപാട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇതാണ് ഒരു കാരണമായി കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏർലി പ്രഗ്നൻസിയിലുള്ള എല്ലാ പേഷ്യൻസിനോടും പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഈ പറയുന്ന പോലെ മഞ്ഞപ്പൊടിയിലും ചൂടുവെള്ളത്തിലും ഒക്കെ ഇട്ട് കഴുകിയേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകം പറയും. പ്രത്യേകിച്ച് ഒരു തവണ അബ്നോർമൽ പ്രഗ്നൻസി വന്നിട്ടുള്ളവരോട് നമ്മളത് പ്രത്യേകിച്ചും പറയും. പിന്നെ അവർക്ക് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക്, അതായത് ഈ അബ്നോർമാലിറ്റി പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ. ആഫ്റ്റർ 35 ഒരു പ്രഗ്നൻസി വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും അബ്നോർമൽ ചൈൽഡ്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ഫാമിലിയിലോ അബ്നോർമൽ ചൈൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ 35 ഇയേഴ്സ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവുന്നവരെല്ലാം ഡോക്ടറെ കണ്ട് ഈ വിവരം പറഞ്ഞിട്ട് അത് ആദ്യത്തെ 3 മാസത്തിൽ തന്നെ ഈ കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാനുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് അബ്നോർമൽ കുട്ടി ഉണ്ടെങ്കിൽ. അങ്ങനെ അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ലേറ്റ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒന്നാമത് ചിലർക്ക് ഒബീസിറ്റി കാണും, ചിലർക്ക് പ്രഷർ കാണും, ഷുഗർ കാണും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യണം. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ തൈറോയിഡ് വളരെ കൺട്രോൾഡ് ആയിരിക്കണം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴും പ്രഗ്നൻ്റ് ആവുമ്പോഴും ഡ്യൂറിങ് ഹോൾ പ്രഗ്നൻസി പീരീഡിലും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് തൈറോയിഡിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം മദറിന് തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ അത് കൊച്ചിൻ്റെ ബ്രെയിൻ വളർച്ചയെ ഭയങ്കര അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 35 ഇയേഴ്സ് കഴിഞ്ഞുള്ള പ്രഗ്നൻസിയുടെ വേറെ കോംപ്ലിക്കേഷൻസ് വരുന്നത് മദറിന് വരുന്ന ഈ പറഞ്ഞ പ്രോബ്ലംസ്, പിന്നെ അതിൻ്റെ ഡെലിവറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് 35 ഇയേഴ്സ് കഴിയുമ്പോൾ. ഒരു പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കോമൺ പ്രിക്കോഷൻസ് പറയുന്നത് ഒന്ന് അവരുടെ ഡയറ്റ് നമ്മൾ വളരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രോപ്പർ റെസ്റ്റ്, ഈ ലോങ് ജേർണി, ബൈക്കിലുള്ള യാത്ര, ഓട്ടോയിലുള്ള യാത്ര അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. പിന്നെ എക്സർസൈസ് ചെയ്യുന്നവരാണെങ്കിൽ വിഗറസ് എക്സർസൈസുകളെല്ലാം ഒഴിവാക്കണം. പിന്നെ കുറച്ച് ബാക്കി നോർമൽ പ്രിക്കോഷൻസ് ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ഈസ് നോട്ട് എ ഡിസീസ്. പ്രഗ്നൻസി ഒരിക്കലും ഒരു രോഗമല്ല. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഗ്നൻസി എന്ന് കേട്ടാൽ ഉടനെ തന്നെ പിന്നെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു റെസ്റ്റിൻ്റെ ഒരാവശ്യമില്ല. നമ്മുടെ റെഗുലർ നോർമൽ ലൈഫ് എല്ലാം ലീഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രഗ്നൻസി ചെയ്യേണ്ടത്. ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു പ്രഗ്നൻസി കൺഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും റെസ്റ്റ് എടുക്കേണ്ട ഒരാവശ്യമില്ല.